ഞങ്ങൾ ഈ ടില്ലാമുക്ക് എന്ന് പറയുന്നിടത്തേക്ക് എത്തുമ്പോൾ തന്നെ ഞങ്ങളെ വരവേൽക്കുന്ന ഒരു വലിയ കൂറ്റൻ ബോർഡാണ്. ഇടതുവശത്ത് ഒരു വലിയ 2-3 സ്ഥലങ്ങളിൽ വലിയ ബോർഡ് വെച്ചേക്കാണ്. ടില്ലാമുക്ക് എന്നുള്ള ബോർഡാണ്. ഇത് കണ്ടാൽ തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേരാണ്. ആ സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് ഈ ക്രീമറിക്ക്. ഈ ക്രീമറിയുടെ പേരാണ് ആ സ്ഥലത്തിനും. അതാണ് പ്രത്യേകത. ടില്ലാമുക്കിൽ ഈ ക്രീമറി എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. എനിക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ഇതുപോലെ അൽമറായ് എന്ന് പറയുന്ന അൽമറായി എന്ന് പറയുന്ന ഇത് ഡയറി അതുപോലെ കാണാനിടയായിട്ടുണ്ട്. അത് റിയാദിലാണ്. അന്ന് പോകുമ്പോൾ അതുവരെ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ആ ഡയറി എന്ന് പറയുന്നത് അവിടുത്തെ തന്നെ പശുക്കളെ വളർത്തുന്ന അവിടെ ഫാമുണ്ട്, ഡയറി ഉണ്ട്, അവർക്ക് ഫാമുണ്ട്. വളരെ വലിയ പശുക്കളെ വളർത്തുന്ന, അതായത് ആയിരക്കണക്കിന് പശുക്കളെ വളർത്തുന്ന ഫാമാണ്. ആ ഫാമിൽ നിന്നുള്ള മിൽക്കെല്ലാം അവർ കളക്ട് ചെയ്തിട്ട് അവിടുത്തെ ഈ അൽമറായി എന്ന് പറയുന്ന പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതാണ്. അൽമറായിയുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് നെയ്യുണ്ട്, കേട്, തൈരുണ്ട്, പിന്നെ ക്രീമുണ്ട് അതിനകത്തുനിന്ന്. പിന്നെ അതുപോലെ ഒരുപാട് ഈ വിഭവങ്ങളാണ് ഇങ്ങനെ വരുന്നത് മുഴുവൻ. പിന്നെ അത് ബ്രെഡിനകത്ത്, അതായത് നല്ല ഗോതമ്പ് ബ്രെഡിൻ്റെ പൊടിയുണ്ടല്ലോ, ശുദ്ധമായ ഗോതമ്പ് പൊടി, അതുപോലെ ശുദ്ധമായ പാലും ചേർത്തിട്ട് അവർ അൽമറായി കേക്ക് ഉണ്ടാക്കും. അത് വേൾഡ് ഫേമസ് ആണ്. ആദ്യമൊന്നും അൽമറായി കേക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ ഉള്ള അനുവാദമില്ല. കാരണം അനുവാദമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ ഉള്ള കുട്ടികൾക്ക് വേണ്ടി അവരുണ്ടാക്കുന്നതാണ്. കാരണം അവിടെ തന്നെ തികയത്തില്ല ഇതിപ്പോൾ അത് എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുന്നത്, അന്ന് എൻ്റെ ഈ മൂന്നാമത്തെ കൊച്ചുമോൻ വളരെ മെലിഞ്ഞ ഒരാളായിരുന്നു ആദ്യം. അപ്പോൾ ഇവനെ എങ്ങനെ നന്നാക്കിയെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഹാരിസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഈ റിയാദിലുണ്ട്. അയാൾ പറഞ്ഞു, സാറേ അൽമറായി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഞങ്ങളൊരു 100 അൽമറായി കേക്ക് വാങ്ങിക്കൊണ്ട് വന്നു. അത് 100 അവിടെ നമുക്ക് ചെല്ലുമ്പോൾ നമുക്കവർ തിന്നാനായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ തരും ഇത്. അപ്പോൾ അത് ഈ ഉണ്ടാക്കുന്ന സാധനം ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ, അതായത് പാൽ ഒരു സ്ഥലത്ത് വരും, അത് കഴിഞ്ഞ് ഗോതമ്പ് പൊടി ഒരു സ്ഥലത്ത് നിന്ന് കയറ്റി വിടും. ഇത് മിക്സ് ചെയ്ത് റെഡിയാക്കി മെഷീൻ മുഴുവൻ മെക്കനൈസ്ഡാണ്. മനുഷ്യൻ്റെ കൈ അതിലെങ്ങും സ്പർശിക്കത്തില്ല. മെഷീനാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ആ രീതിയിൽ വന്നിട്ട് അവസാനം അത് പാക്ക് ചെയ്ത് നേരെ ആ മെഷീനിലോട് വരും. ആ പാക്കേജിന് പോലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ആ മെഷീൻ റിജക്റ്റ് ചെയ്യും, തള്ളി ദൂരെ കളയും. അത് നമുക്ക് കാണാം. അതങ്ങനെ വളരെ കുറച്ചേ വരുന്നുള്ളൂ. എന്നാലും ആ രീതിയിൽ മെക്കനൈസ്ഡ് ആണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അത്ര വലുതാണ്. ഞാനും ഇത് ശരിക്കും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ അൽമറായി ചെറിയ മധുരമേ ഉള്ളൂ അതിനകത്ത് വെച്ചേക്കുന്നത്, പക്ഷേ അത് അത്രയും ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇത് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൊച്ചുമോൻ ഇത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഓരോന്ന് വീതം എടുത്ത് തിന്ന് അവനൊരു ദിവസം ഒരു 10 വീതം കഴിക്കാൻ തുടങ്ങി. കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല വണ്ണമായി. അതാണ് പ്രശ്നം. കാരണം വളരെ അത്രത്തോളം നല്ല റിച്ചായിട്ടുള്ള ഫുഡാണ് അത്. ഞാനത് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ സന്ദർഭവശാൽ. അപ്പോൾ ആ പ്രതീക്ഷയിൽ ഞാൻ ഈ ക്രീമറിയിലേക്ക് ഞാൻ കയറുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഹാള്. അപ്പോൾ അവിടെ ആൾത്തിരക്കെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇല്ല, കുതിര എടുക്കുന്ന ഉത്സവ സ്ഥലത്ത് നിൽക്കുന്ന പോലെ ഇതിനകത്ത് ആളാണ്. അത് ആദ്യം എന്തിനാണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ പടികൾ കയറി മുകളിലോട്ട് ചെന്നു. മുകളിലേക്ക് പടികൾ കയറി ചെന്നപ്പോൾ അവിടെയാണ് അവിടെ നിന്നുകൊണ്ടാണ് ആ ഗ്യാലറിയാണത്. നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഈ കാഴ്ചകൾ ഇത് മുഴുവൻ കാണാം. അപ്പോൾ പാല് ഇവിടെ വരുന്ന ട്യൂബുകൾ ഇതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പാല് അവിടെ വരും. ആ മെഷീനിൽ ഒരു വലിയ ഭീമാകാരമായ മെഷീനാണ്. വലിയ അത്രത്തോളം വലിയ കൂറ്റൻ ടാങ്കുകളാണ് അതിനകത്ത് വരും. അതിൽ നിന്ന് അവരാദ്യം ചീസ് ഉണ്ടാക്കുന്നത് അതിനകത്ത് കാണും. വലിയ ചീസിൻ്റെ വലിയ പീസുകൾ വരും, റെഡിയാക്കി എടുക്കും. ആ പീസുകൾ കട്ട് ചെയ്തിട്ട് അവർ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഇതായിട്ട് മാറും കേട്ടോ. വളരെ വളരെ നല്ല രീതിയിലാണ് അത്. ഇതൊന്നും കൈകൊണ്ട് അതിൽ തൊടത്തില്ല കേട്ടോ. പ്ലാസ്റ്റിക് എടുത്ത് വെച്ച് കൊടുക്കും, കവർ. ആ പ്ലാസ്റ്റിക് കവറിലേക്ക് മെഷീൻ തന്നെ ഇതിനെ തള്ളി കയറ്റുമ്പോൾ അതിങ്ങോട്ട് വന്നിട്ട് ഒരാൾ നോക്കുമ്പോൾ ആ കവർ പിടിച്ചിട്ട് അയാൾ ആ മെഷീൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അതങ്ങ് പാക്ഡ് ആകുകയാണ്, സീൽഡാണ്.
ഈ രീതിയിൽ അത് മുഴുവൻ കാണാൻ പറ്റി. അപ്പോൾ ഓരോ വിഭാഗങ്ങളായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇതൊരു ടൂറാണ്. ഇതിനകത്ത് സെൽഫ് കണ്ടക്റ്റഡ് ടൂറാണ്. നമ്മൾ ഇതിനകത്തൂടെ നടക്കണം. അപ്പം നമുക്ക് ഓരോ ഭാഗങ്ങളിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡുകളെല്ലാം ഞാൻ പകർത്തിയിട്ടുണ്ട് ഇതെന്താണെന്ന്. അപ്പോൾ ഇത് നമുക്കവിടെ കാണാൻ കിട്ടും. അപ്പോൾ അത് വളരെ ഒരു നല്ല കാഴ്ചയാണ്. അപ്പോൾ ഇത് ഈ അതിൽ നിന്ന് ചീസ് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ വേറെ മറ്റ് മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കുന്നത്, പിന്നെ കേടിൻ്റെ ഒരു സെക്ഷനുണ്ട്. ഇതെല്ലാം അങ്ങനെ പാക്ഡായിട്ട് അങ്ങ് മാറുകയാണ്. എന്നിട്ട് ഇത് ഞങ്ങൾ ചുറ്റി നടന്ന് മുകളിൽ നടന്ന് കണ്ടിട്ട് ഞങ്ങൾ പടി ഇറങ്ങി താഴെ വരുമ്പോൾ അവിടെ ഇതിൻ്റെ ഒരു വലിയ ഷോറൂമാണ് ഇവരുടെ പ്രോഡക്ട്സിൻ്റെ. എല്ലാം ഈ പാലിൻ്റെ മെറ്റീരിയൽസിൻ്റെ പ്രോഡക്ട്സാണ് മുഴുവൻ. ഞാൻ ഈ അൽമറായി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് ആണ് അവിടെ വെച്ചേക്കുന്നത്. ആ പ്രോഡക്ട്സ് മുഴുവൻ, അതായത് ആളുകൾക്ക് അവിടെ നിന്ന് പണം കൊടുത്ത് വാങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചീസിൻ്റെ സാമ്പിൾ തരാൻ കേട്ടോ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ഒരറ്റത്തൂടെ കയറുമ്പോൾ പല വിധത്തിലുള്ള ചീസ് ഇരിപ്പുണ്ട്. ഒരു 5 or 6 വെറൈറ്റി ഉണ്ട്. അങ്ങേ അറ്റത്ത് വെച്ചേക്കുന്നത് എരിവുള്ള വെറൈറ്റിയും കൂടാണ് ചീസിൻ്റെ. അപ്പോൾ ഇതിൽ നിന്ന് പോയി നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. എന്നാലും ഞാൻ എല്ലാത്തിൽ നിന്നും ഓരോ സാമ്പിൾ എടുത്തു. മോശമല്ലേ? പ്രത്യേകിച്ച് പോരെങ്കിൽ നമ്മൾ മലയാളിയല്ലേ, നമ്മുടെ സ്വഭാവം കളയാൻ പറ്റത്തില്ലല്ലോ. ഇത് ഓരോന്നിനെ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ചിലർ 3-4 എണ്ണം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഓരോന്നിന്ന്. അങ്ങനെ എടുക്കുന്നത് ഞാൻ കണ്ട്. അപ്പോൾ ഇതും കഴിഞ്ഞ് നമ്മൾ അതും കൊണ്ട് ഞങ്ങൾ താഴെ ഇറങ്ങിയതാണ്. ഇനി ഇങ്ങനെ ഉള്ള ഒരുപാട് വിഭവങ്ങൾ നമുക്കവിടെ കാണാൻ കിട്ടും. ഇതെല്ലാം നമുക്ക് പണം കൊടുത്ത് വാങ്ങി കൊണ്ടുപോകുന്നതേ ഉള്ളൂ. പക്ഷേ അതല്ല അവിടുത്തെ പ്രത്യേകത കണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എന്താണെന്നറിയോ, വലിയൊരു ക്യൂ ഞാൻ ഒരിടത്ത് കാണുന്നു. വലിയ ക്യൂ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ നീളമുണ്ട് ക്യൂവിന്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എന്തിനാണ്. അതേ ഐസ്ക്രീം വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെന്ന്. ഐസ്ക്രീം ഉണ്ടല്ലേ, പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ. അപ്പോൾ സംഭവം എന്തെന്നറിയോ, ഈ ക്രീമറിയിലേക്ക് ആളുകൾ വരുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നമ്മൾ കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ ഈ മേളിൽ ആ ഗാലറിയിലൊക്കെ നിന്നത് കണ്ടേ. ബാക്കിയൊക്കെ ഇവിടെ വന്ന് ക്യൂ നിന്ന് ഇത് വാങ്ങിച്ച് തിന്നാൻ വരുന്നതാണ് ഐസ്ക്രീം. അപ്പോൾ എനിക്കത് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ മോനെ ഈ ക്യൂവിൽ, അപ്പോൾ എനിക്ക് ഇത്രയും വലിയ ക്യൂവിലെ ഐസ്ക്രീം ഇത്രയും അമേരിക്കക്കാരെല്ലാം വന്ന് വാങ്ങിച്ച് തിന്നണമെങ്കിൽ ഇത് ചില്ലറ കാര്യമായിരിക്കത്തില്ല. അപ്പോൾ അവൻ പറഞ്ഞു പല വിധത്തിലുള്ള ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം കൂടാതെ ഈ ഷേക്ക് പല വിധത്തിലുള്ളതുണ്ട്. അതായത് മിൽക്ക് ചേർന്നതാണ്. അതിനകത്ത് ചോക്ലേറ്റിൻ്റെ ചേർന്നുള്ള ഷേക്ക്, മിൻറ്റ് ചേർന്നിട്ടുള്ള ഷേക്ക്, പിന്നെ എക്സ്പ്രസ്സോ കോഫി അതിൻ്റെ ചേർന്നുള്ള ഷേക്ക്. അവൻ പറഞ്ഞ് എനിക്ക് ഈ എക്സ്പ്രസ്സോ ഷേക്ക് മതി എന്ന് പറഞ്ഞു.